ആരാ വീട് നോക്കാൻ വന്നവരാ? അല്ല, വീട്ടുകാരെ കാണാൻ വന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫാമിലി. അച്ഛൻ, അമ്മ, കല്യാണം കഴിഞ്ഞ 2 പെൺകുട്ടികൾ, സ്മോൾ ഹാപ്പി ഫാമിലി. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താ പറ, എനിക്കറിയില്ല. 8 വർഷമായി ഈ വീട് ഈ ഓലപ്പര ഉണ്ടാക്കിയിട്ട് അത് ഏത് സമയത്ത് നിലമ്പത്തുന്നോട് അറിയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഇത്ര മനസാക്ഷി ഇല്ലാതായി പോലെ ജോസഫേട്ടാ. എന്നെ ഒന്ന് വിളിക്കാറുന്നല്ലേ നിങ്ങൾക്ക്? ആകെ ചോർച്ചയാണ് പാചകം ഈ കാണുന്ന സ്ഥലത്തില്. എന്റെ ഗുരുവായൂരും കാശിയും രാമേശ്വരം ഒക്കെ ഇവിടെ തന്നെയാ. തന്നെയാണ് പാചകം. ഇപ്പൊ തൽക്കാലം വിറക് കഴിഞ്ഞു, അപ്പൊ അത് ഓലയിട്ട് കത്തിക്കും. ഈ പുരപണിയും കല്യാണം എന്നൊക്കെ പറയണേന് അതിനൊക്കെ ഒരു സമയമുണ്ട്. സമയാവുമ്പോ എങ്ങനെയായാലും നടക്കും. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ആദ്യം എനിക്ക് ഈ കോലം കെട്ട കോലമൊക്കെ അഴിച്ചു പറിച്ച് ദൂരെ കളയാം. എനിക്കിപ്പോഴും അറിയില്ല അപ്പച്ചനും അമ്മച്ചി ഈ വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്തെന്ന്. പാമ്പും പഴുതാരയും ഒഴികെ ബാക്കി എല്ലാ സാധനവും അതിനകത്ത് നിന്ന് ആട്ടപ്പെട്ടെല്ലാം ഒരു ചേഞ്ച് വേണം. ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി റിച്ച് ആവും. എന്റെ മേൽനോട്ടത്തിൽ ഒരു പണി നടക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്ക് 2 ഇഞ്ച് ആണിയൊക്കെ വാങ്ങിച്ചു തന്നല്ലേ. ഈ സിമന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ച് തേച്ചാലേ സെറ്റ് ആവുള്ളൂ. എവിടം വരെയൊക്കെ ആയിവാസമുണ്ടാ? കംപ്ലീറ്റ് പാറ ക്ലീനായി. പിന്നെ പൊട്ടി അരഞ്ഞാനും കെട്ടി കൈക്കോല് കപ്പി ഉറപ്പിച്ചു. അതെ, കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാൻ. അങ്ങനെ നമ്മളും കൂടി ഗോതയിലിറങ്ങി. ഹലോ, പാജിക്കുട്ട കണ്ണാപ്പിയാണ്. ഓ, മനസ്സിലായി. എന്തിനാ ഇന്ന് പണിയണ്ടാ? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 37 ദിവസമായി. ഇനി 1 വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. അമ്മയ്ക്ക് തോന്നില്ല ഇത് ഈ ഉമ്മാര് എന്തോ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല. എന്താ അറിയില്ല. അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? മറ്റേ അതിശയങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. നിങ്ങൾ 7 ദിവസം മാറിയിരിക്കും. പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആന്റി വരുമല്ലോ. അവര് വരുന്നു, ഒപ്പിടുന്നു, വീടിന്റെയും പറമ്പിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. വന്നതിന് ശേഷം ഒരു അതിശയം കാണുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. See for yourself. തോർക്കണം. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറിക്കേ. That is Rocky's KGF. പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ഈ ഒരു കൊച്ചു വീടിനെ ഇന്ന് 500ഓളം ആൾക്കാരെ ഒരു കുടക്കീഴിൽ പാർപ്പിക്കാൻ പറ്റുന്ന ഒരു ലക്ഷറി റിസോർട്ടായി മാറ്റി. എന്നാ സാറേ, മനസ്സിലായോ? ഒന്ന് നോക്കണ പ്രതിഭേ, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട പ്രേമനോട് ഈ പ്രേമനോട് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ, അമ്മ അന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് തീരെ നിവൃത്തിയില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ അപ്പച്ചനെ പറഞ്ഞു, അപ്പച്ച എനിക്ക് കഴിയുമ്പോൾ ഞാൻ ചെയ്യും. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ജോർജ് കുട്ടി എപ്പോഴും ഞങ്ങളെ സ്നേഹിച്ച് തോപ്പിക്കുക. ഇതുപോലുള്ള ജനങ്ങളെ അറിയുന്ന, അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ജനകീയ യോദ്ധാക്കളാണ് ഈ നാട് ഭരിക്കേണ്ടത്. നിങ്ങളാണ് ആനന്ദേട്ടാ.